വാട്ട്സപ്പ് ഗൈസ്, ഇന്ന് ലെഗ്സ് ഡേ. നമ്മൾ മുമ്പ് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ലെഗ് മാത്രം ചെയ്തിട്ടില്ല. ഇന്നാണ് ആളെ കിട്ടിയത്, കുറച്ച് ബിസി കാരണം. സോ ഇന്ന് നമുക്ക് ഒരു അടിപൊളി ലെഗ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള കുറച്ച് അടിപൊളി എക്സസൈസാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മൾ ഫസ്റ്റ് സ്ക്വാട്സിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്ക്വാട്ടിൻ്റെ പൊസിഷൻ നമ്മൾ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് പേർക്ക് മനസ്സിലാവാത്തതുണ്ട്, എങ്ങനെ സ്ക്വാട്ട് ചെയ്യേണ്ടതെന്ന് പലർക്കും അറിയില്ല കൃത്യമായിട്ട്. ബിഗിനേഴ്സിനൊക്കെ ആണെങ്കിൽ പ്രത്യേകിച്ച് അറിയാൻ സാധ്യത. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോൾഡർ ലെവൽ എന്ന് പറയുമ്പോൾ ഷോൾഡർ വിത്താണ്, അതായത് ഇതാണ് ഇപ്പോൾ നമ്മൾ നോർമൽ ഷോൾഡർ ലെവൽ വേണം. അപ്പോൾ നിങ്ങളത് കുറച്ചുകൂടെ വൈഡായിട്ട് വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി കണ്ടീഷൻ അനുസരിച്ച്, അതായത് പ്രകൃതി അനുസരിച്ചാണ്. ചില ആളുകൾക്ക് ക്ലോസ് ഇങ്ങനെ വെച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിളായി നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ വെക്കുക. ഓക്കെ, അപ്പോൾ ഷോൾഡർ വിത്താണ് നോർമലി. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ വെക്കുക. കാല് സ്ട്രൈറ്റായിട്ട് വെക്കേണ്ടതെന്ന് ലൈറ്റായിട്ട് ചെരിച്ച് തന്നെ വെക്കാം. അതേപോലെ ചെയ്യുമ്പോൾ നമ്മളെ മുട്ടുംകാലം രണ്ട് സൈഡിലോട്ട് പോകണം. ഒരിക്കലും ഇങ്ങനെ പോകരുത്, രണ്ട് സൈഡിലോട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഓക്കെ, സോ ഗോ. ഈ നിങ്ങളെ കഴുത്തിൽ വെക്കാണ്ട് കുറച്ച് ഇറക്കി തന്നെ വെക്കുക വാറ്. ഓക്കെ, ഗോ. യെസ്. എന്നിട്ട് ആദ്യം നിങ്ങളെ കാല്, ഈ ഒരു അതാണ് ഇത് കറക്റ്റ് പൊസിഷനാണ്. ഓക്കെ, ഷോൾഡർ ലെവലാണെന്ന് വെച്ചാൽ ഷോൾഡർ ലെവലാണ്, എന്നാൽ വൈഡാണെന്ന് വെച്ചാൽ വൈഡല്ല. അങ്ങനെ ഈ ഒരു രീതിയിൽ വെക്കുക. അപ്പോൾ ഓരോരുത്തരുടെ ബോഡീൻ്റെ പ്രകൃതി അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. ഓക്കെ, സോ അതേപോലെ അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഈസി ആയിട്ട്. നമ്മൾ ഹിപ്പ് ഒന്ന് ബാക്കിലോട്ട് തള്ളി കൊടുക്കുക. യെസ്, ഇത് കുറച്ച് ഈസി. ചെസ്റ്റ് അപ്പ് ചെയ്യുക, ഹിപ്പ് ബാക്കിലോട്ട് തള്ളുക, ദെൻ ഗോ ഡൗൺ. ഇതാണ് കറക്റ്റ് പ്രോപ്പർ പൊസിഷൻ എന്ന് പറയുന്നത്. ഗോ. ഇവിടെ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പൊസിഷൻ നിങ്ങൾക്ക് കറക്റ്റ്, ഇതാണ് സ്ക്വാട്ടിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അതേപോലെ നിങ്ങൾ ഫുൾ സ്ക്വാട്ട് തന്നെ മാക്സിമം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ലെഗ്സിന് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. നിങ്ങൾ ഹാഫ് സ്ക്വാട്ട് ചെയ്യാതിരിക്കുക, ചെറിയ ലൈറ്റ് വെയിറ്റ് ഇടുക, ഫുൾ സ്ക്വാട്ട് ചെയ്യുക. അതേപോലെ ബാക്കിൽ നിങ്ങൾക്ക് ബെൽറ്റൊക്കെ ഉപയോഗിക്കുക. അതൊക്കെ നിങ്ങൾക്ക് വളരെയധികം എന്താ പറയുക, ഈ ഇഞ്ചുറി എന്നൊക്കെ പലർക്കും ഈ ബിഗിനേഴ്സിന് ചില ആളുകൾ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 20 കിലോ 30 കിലോ ഒക്കെ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ഞെട്ടും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനാണ് നിങ്ങൾ ബെൽറ്റൊക്കെ ഉപയോഗിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ബെൽറ്റൊക്കെ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. എപ്പോഴും ലൈറ്റ് വെയിറ്റിൽ തന്നെ, എപ്പോഴും എല്ലാ വർക്കൗട്ടും ലൈറ്റ് വെയിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു സെറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു വാമ്പ് സെറ്റ് പോലെ നിങ്ങൾ ചെയ്യുക. യെസ്, ഇതാണ് നമ്മളെ ഫസ്റ്റ് വർക്കൗട്ട്. ഇനി ലെഗ് പ്രസ്. ഗോ. അപ്പോൾ ലെഗ് പ്രസ് ആണെങ്കിൽ നിങ്ങൾ ഒരു നോർമൽ വെയിറ്റിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ നിങ്ങളെ കാല് ഇതേപോലെ നമ്മൾ ഷോൾഡർ വിത്ത്, അതായത് ഒരുപാട് വൈഡും അല്ല എന്നാൽ ക്ലോസും അല്ല, ഈ ഒരു രീതിയിൽ വെക്കുക. നമ്മൾ ഓൾറെഡി നമ്മളെ ലെഗ് പ്രസ് മെഷീനിലൊക്കെ അതേപോലെ ഒരു മെഷേർഡ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ ഓവർ ക്ലോസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അതേപോലെ ചെയ്തേ, ഇതെല്ലാം കൊണ്ടുപോയിട്ട് ലോക്ക് ഔട്ട് ചെയ്യരുത്. എപ്പോഴും കാല് ചെയ്തേ, ഫുള്ള് പോട്ടെ, ഫ്രണ്ടിലോട്ട് പറഞ്ഞുതരാം. ഇതേപോലെ ലോക്ക് ഔട്ട് ഒരിക്കലും ചെയ്യരുത്, ഇഞ്ചുറി ആവും. ഓക്കെ, അതേപോലെ ശ്രദ്ധിക്കണം. ഗോ. അതേപോലെ സ്ട്രെച്ച് ചെയ്യുക നന്നായിട്ട്. യെസ്. അത് നിങ്ങൾ ലെഗ് പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ രണ്ട് സൈഡിലേക്ക് വൈഡായിട്ട് വരണം. എപ്പോഴും ക്ലോസ് ആയിട്ട് കാണിച്ച് ഇങ്ങനെ ക്ലോസ് ആവരുത്. പലരും ക്ലോസ് ആയിട്ട് ചെയ്യുന്നതാണ്. ഇങ്ങനെ എന്താ പറയുക, ബിഗിനേഴ്സാണ് കൂടുതൽ ആ ഒരു മിസ്റ്റേക്സ് വരുത്തൽ. അപ്പം നിങ്ങളെ രണ്ട് സൈഡിലേക്ക് ഇതേപോലെ വൈഡാവണം. ഓക്കെ, യെസ്, ഇനഫ്. ഇതാണ് നമ്മളെ രണ്ടാമത്തെ വർക്കൗട്ട്. സോ ഇനി വാക്കിംഗ് ലഞ്ചസ് ആണ്, ഒരു ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ് വാക്കിംഗ് ലഞ്ചസ്. പലരും പേടിച്ച് സ്കിപ്പ് ചെയ്യാറാണ് ഈ വർക്കൗട്ട്. പക്ഷേ ലെഗ്സിൻ്റെ എന്താ പറയുക, ലെഗ്സ് ഗ്രോ ആവാൻ ഇത് ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ്. ഗോ. അത് ഒരുപാട് വൈഡ് വെക്കേണ്ട ആവശ്യമില്ല. യെസ്. ഡംബിളാണ്, നമുക്കിത് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ബാർബെല്ലിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആദ്യം വിത്തൗട്ട് വെയ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. യെസ്, ഇനോ. ഇതിൻ്റെ റെപ്പറ്റീഷനും സെറ്റ്സും എല്ലാം ഞാൻ വീഡിയോൻ്റെ അവിടെ തന്നെ ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട്. 4 സെറ്റ്, എത്ര സെറ്റാണ്, എത്ര റെപ്സാണ് എന്ന്. അപ്പോൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അറിയില്ല. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഒരു സെറ്റാണ്. അങ്ങനെ 3 to 4 സെറ്റ്സ് ചെയ്യുക. അതേപോലെ 8 to 12 റെപ്സ് ചെയ്യുക. അപ്പോൾ 8 to 12 റെപ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒരു 12 റെപ്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10 റെപ്സ് ചെയ്യുക. പിന്നെ അതിന് ശേഷം വീണ്ടും വെയിറ്റ് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 8 റെപ്സ് മിനിമം ചെയ്യുക. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. യെസ്. സോ സുമോ സ്ക്വാട്ടാണ് അടുത്തത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് വർക്കൗട്ടാണ്. നിങ്ങളെ പോട്ടെ. യെസ്.
വൈഡാക്കി വെക്കുക. അതായത് നമ്മളെ നോർമൽ വെക്കുന്നതിനേക്കാളും സ്ക്വാട്ടിനേക്കാളും ചെയ്യുമ്പോൾ അതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ വൈഡിൽ വെക്കുക. ചെറുതായിട്ട് വി ഷേപ്പിൽ ഇതേപോലെ ലൈറ്റായിട്ട് വെക്കുക. ഒരുപാട് ചെറിയൊരു വി ഷേപ്പിൽ വെക്കുക. ചെസ്റ്റ് അപ്പ് ചെയ്യുക, അങ്ങനെ തന്നെ ഇരിക്കുക. ഡംബിൾ നിങ്ങൾക്ക് ഏത് രീതിയിലും വേണമെങ്കിൽ പിടിക്കുക. ഞാൻ ഈ രീതിയിലാണ് പിടിച്ചിട്ടുള്ളത്, കുറച്ചുകൂടെ കൂടുതൽ സ്ട്രെച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. ഗോ. ഇത് നിങ്ങൾക്ക് ലെഗ്സ് ഗ്രോ ആകാനുള്ള ബെസ്റ്റ് എക്സസൈസാണ്. ലെഗ്സ്, ഗ്ലൂട്ട്സ്, ഹാംസ്ട്രിങ്സ് എല്ലാം നല്ല ഡെവലപ്മെൻറ്റ് ഉണ്ടാവും. സോ ലൈൻ കേളാണ്. ഓക്കെ, ലൈൻ കേൾ നിങ്ങൾ ഹൈറ്റിനനുസരിച്ച് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിടുക. ഓക്കെ, ഗോ. പ്രസ്. മേലെ കൊണ്ട് ഇതേപോലെ പോസ് ചെയ്യുക. എന്നിട്ട് വളരെ സ്ലോ ആയിട്ട് ഡൗൺ ചെയ്യുക. സ്ലോ ആയിട്ട് തന്നെ ചെയ്യുക. അവിടെ ഫുൾ ടെൻഷൻ നിങ്ങളെ ഹാംസ്ട്രിങ്സിൽ കിട്ടുള്ളൂ. ഗോ. ചുമ. ഹാംസ്ട്രിങ്സ് പലർക്കും വീക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ പലരും ട്രെയിൻ ചെയ്യാറില്ല ഹാംസ്ട്രിങ്സിന്. അതാണ് മെയിൻ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മസ്റ്റായിട്ട് നിങ്ങൾ ഹാംസ്ട്രിങ്സിന് 2-3 വർക്കൗട്ട് നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക ലെഗ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഹാംസ്ട്രിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹാംസ്ട്രിങ്സ് ഒരു ലെഗ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഹാംസ്ട്രിങ്സ്, കാഫ്, ഇതൊക്കെ ലെഗ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഹാംസ്ട്രിങ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ലെഗ് കാണാൻ വളരെ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഹാംസ്ട്രിങ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രെയിൻ ചെയ്യുക. റിലാക്സ്. സോ ഇനി എക്സ്റ്റൻഷനാണ്. അപ്പോൾ എക്സ്റ്റൻഷന് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് നമ്മളെ ഫൂട്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് കാല് പുറത്തത്തെ ഇവിടെയാണ് കറക്റ്റ് വരേണ്ടത്, മേലോട്ടാവരുത്. ഓക്കെ, അത് നിങ്ങൾ ഹൈറ്റിനനുസരിച്ച് വേണം ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഗോ. പല ജിമ്മുകളിലും ഇതന്നെ ആയിരിക്കും അധികമായിട്ട് ഉണ്ടാവുക, അഡ്ജസ്റ്റബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഇതേപോലെ നമ്മളെ ഫുട്ടിന് തൊട്ട് മുകളിലായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുക. അതേപോലെ മുകളിൽ കൊണ്ടുവരും നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. അപ്പോൾ ഫുൾ ടെൻഷൻ നിങ്ങൾ ലെഗ്സിന് കിട്ടും. ക്വാഡ്രിസെപ്സ്. ഗോ. രണ്ടര കൂടെ അടിച്ച് 1 മോർ. യെസ്, റിലാക്സ്. ലെഗ്സിൻ്റെ ലാസ്റ്റ് വർക്കൗട്ട് സ്റ്റിഫ് ഡെഡ് ലിഫ്റ്റാണ്. ഇത് ഹാംസ്ട്രിങ്സ്, ഗ്ലൂട്ട്സ് ഒക്കെ ഡെവലപ്പ് ആകാനുള്ള ഒരു എഫക്റ്റീവ് വർക്കൗട്ടാണ്. ഗോ. ലെഗ് നിങ്ങൾ ഷോൾഡർ ലെവലിൽ വെക്കുക. യെസ്, ചെസ്റ്റ് അപ്പ് ചെയ്യുക. ഇത്ര പോയാൽ മതി. ഒരുപാട് താഴോട്ട് സ്ട്രെച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് താഴോട്ട് പോയാൽ ഞങ്ങളെ ലോവർ ബാക്ക് ആയിരിക്കും വർക്കാവുക. ഈ ഒരു ലെവൽ മതി. അതേപോലെ നീ ചെറിയൊരു ബെൻഡ് കൊടുക്കുക. യെസ്, ഇത്ര ബെൻഡ്, കുറച്ച് ബെൻഡ് മതി. ഈ ഒരു ലെവലിൽ. അപ്പോൾ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഹാംസ്ട്രിങ്സും ഗ്ലൂട്ട്സും വർക്കാവും. യെസ്, ഇത്ര മതി. ഗോ. ചെസ്റ്റ് അപ്പ്. യെസ്, അതേപോലെ 90 ഡിഗ്രി മുകളിലോട്ട് വന്നാൽ മതി. അതിൽ കൂടുതൽ വരേണ്ട ആവശ്യമില്ല. യെസ്, ഇതും ഹാംസ്ട്രിങ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് വർക്കൗട്ടാണ്. യെസ്. സോ ഇന്നത്തെ ലെഗ്സ് വർക്കൗട്ട് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കാഫ് ചെയ്യണമെങ്കിൽ കാഫ് ചെയ്യുക. സ്റ്റാൻഡിങ് കാഫ് റൈസസ്, സീറ്റഡ് കാഫ് റൈസസ്, അതേപോലെ ലെഗ് പ്രസ് കാഫ് റൈസസ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുക. ഒരു 1-2 വർക്കൗട്ട് നിങ്ങൾ കാഫിനൂടെ ട്രെയിൻ ചെയ്യുക മസ്റ്റായിട്ട്. അപ്പോഴേ കാഫ് ഡെവലപ്പ് ആവുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രെയിൻ ചെയ്ത് നോക്കുക. ഇതൊരു എഫക്റ്റീവായിട്ടുള്ള ലെഗ്സ് ലെഗ്സിന് ഗ്രോ ആവാനുള്ള ഒരു അടിപൊളി എക്സസൈസാണ്. അടിപൊളി സ്പ്ലിറ്റുമാണിത്. അപ്പോൾ നിങ്ങളിത് ഒരു എന്താ പറയുക 12 വീക്സ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ വർക്കൗട്ട് തന്നെ ചെയ്യുക. അപ്പോഴേ നിങ്ങൾക്കൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ ഇല്ലേ, നിങ്ങൾക്ക് വെയിറ്റ് പ്രോഗ്രസീവ് ഓവർലോഡ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. എപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. ഒരേപോലെ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം സെയിം വെയിറ്റ് ആണോ അല്ലെങ്കിൽ വെയിറ്റിൽ വല്ല മാറ്റവും വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യുക. കോച്ച് ഷെഫീഖ് എന്നാണ് പേര്. എന്തെങ്കിലും ഡൗട്ട് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് അതിൻ്റെ മറുപടി തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ ഒരുപാട് ഡയറ്റ് പ്ലാൻ ഉണ്ട്. മസിൽ ബിൽഡ്, വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിനും ഒരുപാട് ഡയറ്റ് പ്ലാനൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് കണ്ട് അതേപോലെ തന്നെ ഫോളോ ചെയ്യുക. അതേപോലെ ബൾക്കിംഗ് ഡയറ്റ് പ്ലാൻ എല്ലാം ഉണ്ട്. ഓക്കെ, സോ സപ്പോർട്ട് ചെയ്യുക. സ്റ്റേ ട്യൂൺ.